everyone, welcome to Future Powered by Gokulam. ഇന്ന് നമ്മൾ നീറ്റ് 2026നെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന സെഷൻ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആണ്. ഹൈ വെയിറ്റേജ് ഉള്ള സെഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നിന്ന് ഷോർട്ട് ആയിട്ട് വരാൻ പോകുന്ന ചില ക്വസ്റ്റ്യൻസ്. നീറ്റിന് അധികം ദിവസങ്ങളൊന്നും ഇല്ല, അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കിൽ നിന്നും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എടുത്തിട്ട് നമുക്ക് ഒരു ചാപ്റ്റർ റിവിഷനും കൂടെ തീർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇത്രയും നാളും നീറ്റിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള നീറ്റ് എക്സാമിന് വരാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ സെഷനാണ്, അവസാനം വരെ നിങ്ങൾ എന്തായാലും കാണണം. നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Who revealed the essential role of air in the growth of green plants using a mint plant and a bell jar experiment? അപ്പം ഇതൊരു സ്പെസിഫിക് എക്സ്പെരിമെന്റിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്ററി ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ വലിയ ടോപ്പിക് ഉണ്ട്. ഒരുപാട് സയന്റിസ്റ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. അതിനകത്ത് ഓരോ സയന്റിസ്റ്റുകളും ചെയ്ത എക്സ്പെരിമെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു ബെൽ ജാർ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ചെയ്ത ആളുടെ പേരാണ് ജാൻ ഇൻഗൻഹൗസ്, ജോസഫ് പ്രീസ്ലി, ജൂലിയസ് വോൺ സാക്സ്, ടി.ഡബ്ല്യു. എംഗൽമാൻ. ഇതിന്റെ ആൻസർ ജോസഫ് പ്രീസ്ലി ആണ്. അപ്പം ആ ഒരു ബെൽ ജാർ എന്ന് പറയുന്നത് പുറത്തെ അറ്റ്മോസ്ഫിയറും അകത്ത് ഉള്ള അതിന്റെ എയറും മിക്സ് ആവാത്ത രീതിയിൽ ഒരു ഗ്ലാസ് ബെൽ ജാർ കൊണ്ടുവന്നിട്ടിട്ട് അകത്ത് നമ്മൾ ഒരു കാൻഡിൽ വെക്കുവോ അല്ലെങ്കിൽ ഒരു എലീനെ വെക്കുവോ അല്ലെങ്കിൽ ഒരു ചെടീനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, പ്ലാന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത്. ജോസഫ് പ്രീസ്ലി തന്നെയാണ് ഓക്സിജൻ കണ്ടുപിടിച്ച ആളും ഡിസ്കവർ ചെയ്ത ആളും. അപ്പം ആ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ദ സൈറ്റ് ഫോർ ലൈറ്റ് ഇൻഡിപെൻഡന്റ്, അതായത് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നു. ഈ ഡാർക്ക് റിയാക്ഷന് വേറൊരു പേരും കൂടിയുണ്ട്. ഇതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ബയോസിന്തറ്റിക് ഫേസ്. സോ ഫോട്ടോസിന്തസിസിന് രണ്ട് ഫേസ് ഉണ്ട്. ഒരു ലൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫേസ് ഉണ്ട്, ഫോട്ടോ കെമിക്കൽ ഫേസും ഉണ്ട്. പിന്നെ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബയോസിന്തറ്റിക് ഫേസ് ഉണ്ട്. അപ്പം ബയോസിന്തറ്റിക് ഫേസിനെ പറ്റിയാണ് ചോദ്യം. സോ അതിന്റെ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്, സൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? തൈലക്കോയിഡ് ലൂമൻ, സ്ട്രോമ, ഗ്രാന ലാമലിലെ ഇന്നർ മെംബ്രെയിൻ. സോ ഇതിന്റെ ആൻസർ സ്ട്രോമ ആണ്, ഓപ്ഷൻ സി. സോ സ്ട്രോമയിലാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതൊരു മിസ്നോമർ ആണ്, ആ പേര് കറക്റ്റ് അല്ല. പക്ഷേ ഡാർക്ക് റിയാക്ഷൻസ് അഥവാ ബയോസിന്തറ്റിക് ഫേസ് സംഭവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലൈറ്റ് റിയാക്ഷൻ occurs in the thylakoid membrane whereas dark reaction occurs in the stroma. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ enzymes required for the carbon dioxide fixation are located in the stroma while light harvesting complexes are in the membrane. So ഇവർ അസേർഷൻ കൊടുത്തിട്ടുണ്ട്, ദ സെയിം വേ അവർ റീസൺ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ അല്ലെന്ന് നോക്കുക. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മുടെ അറിവിൽ വെച്ച് കറക്റ്റ് ആണ്. ഓക്കെ, സോ ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ് മെംബ്രെയിനിലും ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോമയിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളും, അത് ഇറ്റ് മൈറ്റ് ബി പിഗ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള പ്രോട്ടീൻസ് ആയിക്കോട്ടെ, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സംഭവിക്കാൻ വേണ്ടുന്ന അക്സെപ്റ്റേഴ്സും റിസെപ്റ്റേഴ്സും ആയിക്കോട്ടെ, അതെല്ലാം അറേഞ്ച്ഡ് ആയിട്ടുള്ളത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. ഓക്കെ, ആൻഡ് ഡാർക്ക് റിയാക്ഷൻസ് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് അതിന് ആവശ്യമുള്ളതുണ്ട്. മോസ്റ്റ്ലി എൻസൈംസ് ആണ്. ആ എൻസൈംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രോമയിലാണ്. അതുകൊണ്ടാണ് ഇതിന് പെർട്ടിക്കുലർ ആയിട്ട് ഇത് ഇവിടെ നടക്കുള്ളൂ അത് അവിടെ നടക്കുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അസേർഷന്റെ അതേ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ റീസണിൽ കാണുന്നത്. സോ ആൻസർ ഇസ് എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസേർഷൻ: dark reactions of photosynthesis are strictly independent of light. റീസൺ എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷൻസ് യൂസ് ദ പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻസ്, അതായത് ATP and NADPH ടു സിന്തസൈസ് ഷുഗർ. സോ ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ മേജർലി നടക്കുന്നത് എന്താണ്? ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. സോ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എനർജി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷനിലോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ഫേസിലോ നടക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന എനർജി യൂഷ്വലി എന്ത് ഫോമിലാണ് കിട്ടുക? ATPയുടെ ഫോമിലും NADPH2ന്റെ ഫോമിലുമാണ് കിട്ടുക. ആ ATPനെയും NADPH2നെയും കൺവേർട്ട് ചെയ്യുന്നത് ഷുഗർ ആയിട്ടാണ്, അതായത് ഗ്ലൂക്കോസ് ആയിട്ടാണ്. ഓക്കെ, സോ ഇതിൽ അസേർഷൻ റീസൺ കറക്റ്റും ആണ്. റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ
ഓപ്ഷൻ എ തന്നെ ഇതിൽ കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഒരുപാട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആവാം നമുക്ക് ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആക്സസറി പിഗ്മെന്റ്സ്. സോ നമുക്ക് പിഗ്മെന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 4 കാറ്റഗറി ആയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ള പിഗ്മെന്റ്സിനെ നമ്മൾ വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നെസസറി പിഗ്മെന്റും ആക്സസറി പിഗ്മെന്റും ആണ്. അപ്പം അതിൽ ആക്സസറി പിഗ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. എ, they include chlorophyll B, xanthophylls and carotenoids. B, they absorb a wider range of wavelength for photosynthesis. C, they protect chlorophyll A from photooxidation. And D, they form the reaction center of photosystems. So 4 ഓപ്ഷനിൽ ഏതായിരിക്കും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? സോ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തേതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മൂന്നാമത്തേതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദേ ഫോം ദ റിയാക്ഷൻ സെന്റർ. റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ, അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള, അതായത് ഫോട്ടോസിന്തസിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എ. സോ ക്ലോറോഫിൽ എ is considered as the reaction center for photosynthesis. Auxiliary pigments അല്ല. ഓക്കെ, സോ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലോറോഫിൽ എ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്പർ 4 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, സോ നമ്മുടെ ലൈറ്റ് റിയാക്ഷനകത്ത് 2 കാറ്റഗറിയിലാണ് നമുക്ക് ലൈറ്റ് റിയാക്ഷനെ കാണുന്നത്. ഒന്ന് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അടുത്തത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. സോ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ദ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ഫ്രം എക്സൈറ്റഡ് P680. P680 എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2 ആണ്. സോ ഫോട്ടോ സിസ്റ്റം 2-ൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് ഒരു ഇലക്ട്രോൺ എന്താവുകയാണ്? എക്സൈറ്റഡ് ആവുകയാണ്. ആ എക്സൈറ്റഡ് ഇലക്ട്രോണിനെ ആരാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ എപ്പോ ഈ P680 ആക്ടിവേറ്റ് ആകുമ്പോൾ ഉള്ള ഫസ്റ്റ് അക്സെപ്റ്റർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ക്വിനോൺ, സൈറ്റോക്രോം B6F, ഫിയോഫൈറ്റിൻ, പ്ലാസ്റ്റോസൈനിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസർ ആണ്, വേറെ ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ ബി. സോ ഫിയോഫൈറ്റിൻ ആണ് ആദ്യത്തെ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഫിയോഫൈറ്റിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ഫൺ ഫാക്ട് എന്ന് പറയാം. ഫിയോഫൈറ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലോറോഫിൽ പോലെ തന്നെ ഒരു പിഗ്മെന്റ് മോളിക്യൂൾ ആണ്. വെരി സിമിലർ മോളിക്യൂൾ ആണ്. ഓക്കെ, ക്ലോറോഫിൽ പോലെ തന്നെ സിമിലർ. ഇതിന്റെ സ്ട്രക്ചർ ഞാൻ പറയുന്നത് കെമിക്കൽ സ്ട്രക്ചർ ആണ്. സോ ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ is similar to chlorophyll. പക്ഷേ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്നറിയോ? ഫിയോഫൈറ്റിൻ കളർലെസ് ആണ്, ക്ലോറോഫിൽ പച്ച കളറാണ്, പക്ഷേ ഫിയോഫൈറ്റിൻ കളർലെസ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. പക്ഷേ ഫിയോഫൈറ്റിൻ എന്ത് ചെയ്യുന്നില്ല? ലൈറ്റിനെ ക്യാപ്ചർ ഒന്നും ചെയ്യുന്നില്ല. നേരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. സോ ദാറ്റ് എന്ത് പറയുക, ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യും. സോ ഫിയോഫൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലെക്സ്, അതായത് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലെക്സ് എന്ന് നമ്മൾ ചിലപ്പോൾ OEC എന്ന് കൺസിഡർ ചെയ്യുന്ന കോംപ്ലെക്സ് ഈസ് ഫിസിക്കലി ലൊക്കേറ്റഡ് ഓൺ ദ, ഇതിന്റെ സൈറ്റ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഔട്ടർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ, ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ, സ്ട്രോമ ലാമെല്ലെ, ക്ലോറോപ്ലാസ്റ്റ് എൻവലപ്പ്. സോ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോഴും ഫോട്ടോസിന്തസിന്റെ ഓരോ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ OEC അല്ലെങ്കിൽ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലെക്സ് എപ്പോഴും നമ്മൾ കാണുന്നത് എവിടെയാണ്? തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഉൾവശത്താണ്. ഓക്കെ, ഉള്ളിലാണ്. സോ ഇൻസൈഡ് ഇപ്പം നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇങ്ങനെ ഉണ്ട്, നമ്മുടെ ലൂബൻ അകത്തുണ്ട്, പുറത്ത് സ്ട്രോമ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ടാവും? ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മുഴുവൻ ഉണ്ടാവുമ്പോൾ ഇതിന്റെ അകത്താണ്, ഇന്നർ സൈഡിലായിരിക്കും എന്തുണ്ടാവുക? ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലെക്സ് ഉണ്ടാവുക. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റിംഗ്, അതായത് ഹൈഡ്രോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നത് അകത്താണ്. ഓക്കെ, സോ മെംബ്രെയിന്റെ തൊട്ട് ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. സോ ഐ വുഡ് ഗോ ഫോർ ദി ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8.
cyclic photophosphorylation, so non-cyclic എന്നുള്ളൊരു question കണ്ടു. ഇനി cyclic photophosphorylation occurs when light of wavelength dash is available. So cyclic photophosphorylation നടക്കാനായിട്ട് ചില എന്തുണ്ടാവും, ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ടാവും. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എന്ത് വേവ് ലെങ്ത്തിലാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുക എന്നാണ് ചോദ്യം. ബിലോ 680 നാനോമീറ്റർ, ബിയോണ്ട് 680 നാനോമീറ്റർ, എക്സാക്ട്ലി 400 നാനോമീറ്റർ, ബിറ്റ്വീൻ 400 to 500 നാനോമീറ്റർ. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നാൽ നിങ്ങൾ എഴുതും. കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻസർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഡയറക്റ്റ് ആൻസർ ആണ് ബിയോണ്ട് 680 നാനോമീറ്റർ. കാരണം എന്താണ്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ആകെ വർക്ക് ചെയ്യുന്ന ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത് PS1 ആണ്. ആൻഡ് PS1ന്റെ ഫോട്ടോ സിസ്റ്റം, അതായത് ഫോട്ടോ സിസ്റ്റം 1ന്റെ നമ്മുടെ എന്താ പറയുക ത്രെഷ് ഹോൾഡ് എന്ന് പറയും. ഓക്കെ, സോ ലൈറ്റിന്റെ മാക്സിമം അവർക്ക് എടുക്കാൻ പറ്റുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. എന്നാൽ PS2ൻ്റെത് മാക്സിമം അവർക്ക് എടുക്കാൻ പറ്റുന്നത് 680 നാനോമീറ്റർ ആണ്. അതിൽ കൂടുതലുള്ള അതിൽ ഹയർ ആയിട്ടുള്ള വേവ് ലെങ്ത് വന്നു കഴിഞ്ഞാൽ PS2ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PS1 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബിക്കോസ് അതിന്റെ മാക്സിമം 700 ആണ്. സോ ബേസിക്കലി 680 to 700 എന്നുള്ള ഗ്യാപ്പിലുള്ള ലൈറ്റ് വരികയാണെങ്കിൽ PS1 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ഇൻ ടേൺ ലീഡ്സ് ടു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ ബി. നെക്സ്റ്റ് വൺ, സ്ട്രോമാ ലാമെല്ലൈ മെംബ്രെയിൻസ് ലാക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ്. സോ സ്ട്രോമാ ലാമെല്ലൈ മെംബ്രെയിൻസ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലുള്ള മെംബ്രെയിൻസ്, അതായത് സ്പെസിഫിക് സെപ്പറേറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ മെംബ്രെയിൻസിൽ എന്ത് നടക്കും? യൂഷ്വലി ഈ മെംബ്രെയിൻസിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കാൻ ചില ക്രൈറ്റീരിയ ഉണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ ഒരു കണ്ടീഷനാണ് ഇതെവിടെ സംഭവിക്കുന്നു എന്നുള്ളത്, സ്ട്രോമൽ ലാമെല്ലിൽ സംഭവിക്കുന്നുള്ളത്. അപ്പൊ അവിടെ എന്തായിരിക്കും ലാക്ക് ചെയ്യുന്നുണ്ടാവുക? എന്തുകൊണ്ടാണ് അവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? സോ PS2 ആൻഡ് NADP റിഡക്ടേസ് ഉള്ളത് കൊണ്ടാണ്, അതായത് ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. PS1ഉം PS2ഉം ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. PS1 ആൻഡ് NADP റിഡക്ടേസ് ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഓൺലി NADP റിഡക്ടേസ് ലാക്ക് ചെയ്യുന്നതുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും അവിടെ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ നടക്കുക? ഓക്കെ, സോ ബേസിക്കലി PS1ഉം PS2ഉം ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഒരു പരിപാടി നടക്കില്ല. അതായത് ലൈറ്റ് റിയാക്ഷൻ ഒന്നും നടക്കില്ല. ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണം. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് വൺ. PS1 ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NADPH ഫോർമേഷനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊന്നും ആൻസർ ആവില്ല. NADP റിഡക്ടേസ് മാത്രം പോയത് കൊണ്ടും എന്താവില്ല, സ്ട്രോമൽ ലാമെല്ലയിൽ അങ്ങനെ ഒരു ചേഞ്ച് മാത്രമായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, PS2 ഉണ്ടാവില്ല, NADP റിഡക്ടേസും ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും NADPH2 ഫോം ആവില്ല. ATP മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അത് ഈ സ്ട്രോമൽ ലാമെല്ലിൽ നടക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് കെമിയോസ്മോസിസ് in chloroplast, the proton gradient develops across the thylakoid membrane with a high concentration of H+. അതായത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ എവിടെ വരുമ്പോഴാണ് കെമിയോസ്മോസിസ് നടക്കുന്നത്? കെമിയോസ്മോസിന്റെ റിസൾട്ട് എന്താണ്? കെമിയോസ്മോസിസ് കാരണം ഇവിടെ സംഭവിക്കുന്നത് ATPയുടെ പ്രൊഡക്ഷൻ ആണ്. കാരണം ഒരു സ്ഥലത്ത് മാത്രം, ഒരു മെംബ്രെയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺസ് H+ ഇവിടെ ട്രാപ്പ് ചെയ്ത് ഇരിക്കുക. അപ്പൊ ആ H+ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു വഴി ഉണ്ടാവണം. ആ വഴിയാണ് നമ്മുടെ ATP സിന്തേസ്. ATP സിന്തേസിലൂടെ ഈ പ്രോട്ടോൺസ് എല്ലാം പുറത്തു പോകുന്ന ഗ്യാപ്പിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ATP പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ATP ഉണ്ടാകുന്നത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. അതുകൊണ്ട് എവിടെയാണ്, ഏത് ഭാഗത്താണ് H+ന്റെ കോൺസെൻട്രേഷൻ? അതൊക്കെ ഉള്ളതാണ് ചോദ്യം. ആൻസർ ഡയറക്റ്റ് ആണ്. It happens in the lumen. So lumen ആണ് ഈ H+ എല്ലാം ട്രാപ്പ് ആയിരിക്കുന്നത് ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും ലൂമനിലാണ് ഇതെല്ലാം ട്രാപ്പ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash part of ATP synthase is embedded in the thylakoid membrane and forms a transmembrane channel. So ഏത് ഭാഗമാണ്? ഇപ്പം നമ്മുടെ ATP synthase എന്ന് പറയുന്നത് രണ്ട് ഭാഗമുള്ള, രണ്ട് പാർട്സ് ആയിട്ടുള്ള ഒരു സാധനം. ഓക്കെ, F0 and F1 ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. രണ്ട്
പാർട്സ് ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. ഇതിൽ ഏത് ഭാഗമാണ് മെംബ്രെയിൻ്റെ അകത്ത് എംബെഡ് ആയിട്ടുള്ളതും ഏതാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ആൻസർ. CFO ആണ്. ഈ സി എന്താണ്? സി എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ F0 ക്ലോറോപ്ലാസ്റ്റിന്റെ F1 ആണ്. സോ F0 ആണ് എവിടെ ഈ മെംബ്രെയിൻ്റെ അകത്ത് എംബെഡ് ആയിട്ടുള്ള ഭാഗം, which is also forming a transmembrane channel. സോ ഇതിന്റെ ഈ ഗ്യാപ്പിലൂടെയാണ് എന്ത് പോകുന്നത്? H+ന്റെ പാസേജ് ഉള്ളത്. ഓക്കെ, സോ F1 കോംപ്ലക്സ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, സോ ആൻസർ ഇസ് B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the C3 cycle, the primary carbon dioxide acceptor is C3 cycle എന്ന് പറയുന്നത് കാൽവിൻ സൈക്കിൾ ആണ്. വളരെ കോമൺ ആയിട്ട് എല്ലാ ചെടികളിലും നടക്കുന്ന ഒരു പ്രോസസ് ആണ്. സോ അതിന്റെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മോളിക്യൂൾ ആരാണെന്നാണ്. 3 carbon keto sugar, 3 carbon aldose sugar, 5 carbon keto sugar, 4 carbon organic acid. ഓക്കെ, സോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊരു 5 carbon മോളിക്യൂൾ ആണ്. സ്പെസിഫിക്കലി RUBP. ഓക്കെ, റൈബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് 5 കാർബൺസ് ഉള്ള കാർബൺ മോളിക്യൂൾസ് ഉള്ള ഒരു സ്ട്രക്ചർ ആണത്. ഓക്കെ, സോ RUBP ആണ് നമ്മുടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ. നെക്സ്റ്റ് വൺ. The first stable product of Calvin cycle. So Calvin cycle തുടങ്ങുന്നു. ഈ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾ എന്താണ്? RUBP ആണ്. അതിന്റെ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമിന്റെ കൂടെ ചേർന്നിട്ട് അത് ഫോം ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണ്? അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് C3 എന്നുള്ള പേര് വരുന്നത്. സോ ഇറ്റ്സ് എ 3 carbon കോമ്പൗണ്ട്. ഓക്സാലോസ്റ്റിക് ആസിഡ് ആണോ, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണോ, ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആണോ, റൈബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ആണോ? സോ ആൻസർ ഇസ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഥവാ 3PGA എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, സോ ആൻസർ 3PGA. ഓക്സാലോസ്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 4 carbon കോമ്പൗണ്ട് ആണ്. ഓക്കെ, 3PGA 3 carbon കോമ്പൗണ്ട് ആണ്. ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 carbon ആണ്. പക്ഷെ നമ്മൾ അത് C3 സൈക്കിൾ യൂസ് ചെയ്യുന്നില്ല, C4 സൈക്കിൾ ഇത് കാണാറുണ്ട്. റൈബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് RUBP ആണ്. അത് 5 carbon കോമ്പൗണ്ട് ആണ്. ഈ കാർബൺ നമ്പേഴ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ സിന്തസിസ് ഓഫ് 1 molecule of glucose, Calvin cycle requires what? എന്തൊക്കെ എനർജി അല്ലെങ്കിൽ എന്തൊക്കെ മോളിക്യൂൾസ് വേണം ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ? 6 carbon dioxide, 12 ATP, 12 NADPH. 6 carbon dioxide, 18 ATP, 12 NADPH. 1 carbon dioxide, 3 ATP, 2 NADPH. And 6 carbon dioxide, 30 ATP and 12 NADPH. Okay, so Calvin cycle എന്ന് വെച്ച് കഴിഞ്ഞാൽ C3 സൈക്കിളിനകത്ത് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എന്തായാലും 6 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ. അപ്പൊ 6 കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും വേണം. ഓക്കെ, സോ 6 കാർബൺ ഡൈ ഓക്സൈഡും 18 ATPയും 12 NADPH2 മോളിക്യൂൾസും ഉള്ള ഒരു പ്രോസസ്സിലാണ് എന്ത് കിട്ടുന്നത്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കിട്ടുന്നത്. അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ATP എന്ന് പറയുന്നത് റീജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മളത് പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ നടക്കുന്നുണ്ട്, ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്, റീജനറേഷൻ നടക്കുന്നുണ്ട്. 3 ഫേസും നമ്മൾ കാൽവിൻ സൈക്കിളിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഇസ് ബി. നെക്സ്റ്റ് വൺ. Plants showing Kranz anatomy have bundle sheath cells characterized by. So Kranz anatomy എവിടെയാണ് സംഭവിക്കുന്നത്? C4 സൈക്കിളിലാണ്. ഓക്കെ, ഓർ C4 പ്ലാന്റ്സിലാണെന്ന് പറയാം. സൈക്കിളിലല്ല, C4 പ്ലാന്റ്സ്. ചില ചെടികളിൽ ഇവോൾവ് ചെയ്ത് വന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കാണുകയാണ്. ഓക്കെ, സോ ഫോട്ടോ റെസ്പിറേഷൻ ഒരുപാട് നടക്കുന്നത് കൊണ്ട് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അനാറ്റമിയിൽ വരുത്തിയ ചേഞ്ച് ആണിത്. ഓക്കെ, സോ ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുകയാണ്? അതിന്റെ അനാറ്റമിക്കൽ ചേഞ്ചിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതിൽ മോളിക്യൂൾസിന് എന്തായിരിക്കും, മീൻസ് സെൽ സ്ട്രക്ചറിന് എന്തായിരിക്കും? ലാർജ് സൈസ്, തിൻ വാൾസ്, ഫ്യൂ ക്ലോറോപ്ലാസ്റ്റ്. ലാർജ് സൈസ്, തിക്ക് വാൾസ്, മെനി ക്ലോറോപ്ലാസ്റ്റ്, നോ ഇന്റർസെല്ലുലാർ സ്പേസസ്. സ്മോൾ സൈസ്, തിൻ വാൾസ്, നോ ക്ലോറോപ്ലാസ്റ്റ്. തിക്ക് വാൾസ് വിത്ത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് ഈസിലി കിട്ടും. ആൻസർ ഇസ് ബി. വലിയ സെൽസ് ആയിരിക്കും, വളരെ തിക്കായിട്ടുള്ള വാൾസ് ആയിരിക്കും. ഇതിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പഠിച്ചിട്ടുണ്ട്. ഈ തിക്ക് വാൾസ് ആർ ഇംപെർവിയസ് ടു എയർ. ഓക്കെ, അതായത് തിക്ക് വാൾസ് ഒരു ജയിൽ പോലെയാണ്. എന്ത് നടക്കില്ല, എയറിന്റെ ട്രാൻസ്പോർട്ട് പോലും, ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ പോലും ആ മെംബ്രെയിൻ ക്രോസ് ചെയ്യാത്ത രീതിയിൽ തിക്കായിട്ടുള്ള വാൾസ് ആയിരിക്കും. അന്നേരമാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡിനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. Okay, so impervious to
എക്സ്ചേഞ്ച് ഓഫ് എയർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നും കൂടി പറയാം. ഓക്കെ, സോ തിക് വാൾസ് ഉണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ് എന്തായാലും ഒരുപാട് വേണം, കാരണം ഫോട്ടോസിന്തസിസ് നടക്കണം. ഇന്റർസെല്ലുലാർ സ്പേസസ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഈ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എയർ കയറാൻ പറ്റും. സോ കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ഉണ്ടാവുക. ഓക്കെ, സോ ക്രാൻസ് അനാറ്റമി. നെക്സ്റ്റ്, പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ C4. അപ്പൊ നമ്മൾ C3യുടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്ററിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി C4 സൈക്കിൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സോ ഈ C4 പ്ലാന്റ്സിന്റെ അകത്തുള്ള ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണ് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സെൽ? ഏത് സെല്ലിലാണ് നടക്കുന്നത്? ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആൻസർ ഇസ് PEP. ഓക്കെ, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ മോളിക്യൂൾ ആണ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. പക്ഷെ ഇതെവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ മീസോഫിൽ സെല്ലാണ്. ഓക്കെ, മീസോഫിൽ സെല്ലിൽ ഇതൊക്കെ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായിട്ടാണ് എന്തിലേക്ക് പോകുന്നത്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ് C4 പ്ലാന്റ്സിൽ കാണുന്നത്. ഓൾറൈറ്റ്, സോ ഓപ്ഷൻ സി ആണ് PEP ഹാപ്പനിങ് ഇൻ മീസോഫിൽ സെൽസ്. എന്നിട്ട് മീസോഫിൽ സെൽസ് നിന്ന് അവർ എന്ത് ചെയ്യും? മാലിക് ആസിഡോ അല്ലെങ്കിൽ ആസ്പാർട്ടിക് ആസിഡോ ആക്കിയിട്ട് ഒരു 4 കാർബൺ ഉള്ള ഒരു ആസിഡ് ആക്കി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബണ്ടിൽ ഷീറ്റ് സെൽസിലേക്ക് കൊണ്ടുപോകും. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ നിന്ന് അവർ ഡീകാർബോക്സിനേഷൻ നടക്കും, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്തിൽ അവൈലബിൾ ആവുക? ബണ്ടിൽ ഷീറ്റിൽ അവൈലബിൾ ആവുക. ബണ്ടിൽ ഷീറ്റിൽ കാൽവിൻ സൈക്കിൾ സംഭവിക്കും. അതല്ലാതെ ഓക്സിജന്റെ ഒരു അംശം പോലും ബണ്ടിൽ ഷീറ്റ് സെൽസിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, സോ അത് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ സാധനം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഓക്സിജൻ പോയിട്ട് ക്ലബ് ചെയ്തിട്ട് ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട്ടിൽ തന്നെ കൊണ്ടേ കൊടുക്കും കാർബൺ ഡൈ ഓക്സൈഡ്. എന്ന് പറയും എന്ത് ചെയ്താൽ മതി? ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് C3 സൈക്കിൾ നടന്നിട്ട് നമുക്ക് ഷുഗർ ഉണ്ടാക്കണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്സിജനായിട്ട് ദയവ് ചെയ്ത് ബൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു എലാബറേറ്റ് പ്രോസസ് ആണ് C4 സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first stable product of carbon dioxide fixation in sorghum. Sorghum എന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? സ്വർഗം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു C4 പ്ലാന്റ് ആണ്. ഓക്കെ, സ്വർഗം അത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, സൺഫ്ലവർ ഒക്കെ. പക്ഷെ സ്വർഗത്തിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണ്? സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഫോസ്ഫോയിനൽ പൈറുവേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബൺ ആണുള്ളത്, പ്ലസ് PEP അതൊരു 3 കാർബൺ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, പെപ്കേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പെപ്കേസ് എൻസൈം ഉണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് റിസൾട്ട് എന്തായിട്ട് വരും? ഓക്സാലോ അസിറ്റിക് ആസിഡ് വിച്ച് ഇസ് എ 4 കാർബൺ കോമ്പൗണ്ട്, ബിക്കോസ് 3 + 1 is 4. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ഈ 4 കാർബൺ കോമ്പൗണ്ട് ആണ് ഓക്സാലോ അസിറ്റിക് ആസിഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആൻഡ് സോർഗം. അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു C4 പ്ലാന്റ്. ഇതിനകത്ത് നമ്മൾ C4 പ്ലാന്റിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കറങ്ങി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഓക്സാലോ അസിറ്റിക് ആസിഡ്. നെക്സ്റ്റ്, Rubisco has much greater affinity for dash when the relative concentration of both gases is equal. അപ്പം റുബിസ്കോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും ഒരു എന്താ പറയാ, ഒരു കളനാ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണെങ്കിൽ റുബിസ്കോ ഭയങ്കര ക്ലിയർ ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ പോവുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഏതെങ്കിലും ഒരു അവസരമല്ല, നമ്മുടെ ഒക്കെ അവസരം അങ്ങനെയാണ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിൽ ജനറലി ഓക്സിജൻ ഒരു 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% മാത്രമേ ഉള്ളൂ. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുള്ളൂ? ഈ റുബിസ്കോ എപ്പോഴും അഫിനിറ്റി കൂടുതൽ ഉണ്ടാവുക ഓക്സിജനിലേക്കാണ്. ഓക്കെ, സോ അത് എപ്പോഴാണ്? ഓക്സിജന്റെ അളവ് കൂടുമ്പോഴാണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഏതിനോടായിരിക്കും അഫിനിറ്റി കൂടുതൽ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി കാർബൺ ഡൈ ഓക്സൈഡിലേക്കാണ്. ഓക്കെ, സോ ആൻസർ ഇസ് carbon dioxide, option B. Next question. In photorespiration, RUBP binds with oxygen to form what? So photorespiration നടക്കണം, ഭയങ്കര വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഫോട്ടോറെസ്പിറേഷൻ നടക്കുമ്പോൾ RUBP binds with oxygen and അതിന്റെ ഫസ്റ്റ് എന്താ പറയുക പ്രോഡക്റ്റ് എന്തായിരിക്കും? 1 molecule of PGA and 1 molecule of phosphoglycolate. phosphoglycolate എന്ന് പറയുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, 2 molecules of PGA നടക്കില്ല, കാരണം ഇത് ഓൾറെഡി C3 സൈക്കിളും സംഭവിക്കുന്നുണ്ട്. 2 molecules phosphoglycolate നടക്കില്ല, കാരണം നമ്പർ എന്താവില്ല, ഒത്തുപോവില്ല. 1 molecule of oxaloacetic ആസിഡും PGA നടക്കില്ല. അഗൈൻ കാർബൺ നമ്പേഴ്സിൽ വ്യത്യാസം വരും. ഒരു molecule of PGA 3 കാർബൺ ആൻഡ് phosphoglycolate 2 കാർബൺ. ഈ നമ്പറിലാണ് കറക്റ്റ് ആയിട്ട് വരിക, കാരണം
അക്സെപ്റ്റർ മോളിക്യൂൾ എന്താണ് RUBP 5 കാർബൺ. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2+3 വരിക. അതുകൊണ്ട് ആൻസർ ബി ആണ്. ഓക്കെ, ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് C4 പ്ലാന്റ്സിൽ എന്തുള്ളത് ക്രാൻസ് അനാറ്റമി ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 20. ഫോട്ടോ റെസ്പിറേഷൻ ഇസ് കൺസിഡർഡ് എ വേസ്റ്റ്ഫുൾ പ്രോസസ് ബിക്കോസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് കൺസ്യൂംസ് ATP, doesn't produce sugar or NADPH, it produces carbon dioxide, consumes oxygen, it occurs only in C3 plants, all of the above. എന്തുകൊണ്ടായിരിക്കും ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് എന്ന് പറയുന്നത്? ഇതൊക്കെ കൊണ്ടാണ്, ഈ 3 ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസി ആയിരുന്നു. വൈ ഡു C4 പ്ലാന്റ്സ് നോട്ട് ഷോ ഫോട്ടോ റെസ്പിറേഷൻ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നേരത്തെ പഠിച്ചത് ഒക്കെ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്രാൻസ് അനാറ്റമി ഉള്ളതുകൊണ്ട്. ദേ ലാക്ക് റുബിസ്കോ എൻസൈം? ഇല്ല, റുബിസ്കോ എൻസൈം ഉണ്ട്. They have a mechanism that increases carbon dioxide concentration. അതായത് ബേസിക്കലി നമ്മൾ പറഞ്ഞത് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അധികമാക്കുന്ന ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക കാർബൺ ഡയോക്സൈഡിനെ. ഓക്കെ, ഓപ്ഷൻ സി, ദേ occur only in temperate regions. അല്ല, ദേ ഫിക്സ് കാർബൺ ഡയോക്സൈഡ് ടു PGI ഡയറക്ട്ലി. അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡിനെ അവർക്ക് മാക്സിമം അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലാക്ക്മാൻസ് ലോ. ബ്ലാക്ക്മാൻസ് ലോ എന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും മിക്ക വർഷവും വരാറുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാക്ടർ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കൂടുകയോ കുറയോ ചെയ്യുന്നത്? ഇപ്പം ഇൻ കേസ് കുറയുകയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അറ്റ് ഇറ്റ്സ് ഒപ്റ്റിമൽ വാല്യൂ? ഒപ്റ്റിമൽ വാല്യൂലല്ലോ വ്യത്യാസം വരിക. നിയറസ്റ്റ് ടു ദ മിനിമൽ വാല്യൂ, മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. സോ എന്തിന്റെയും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ ലോവസ്റ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും. കാർബൺ ഡയോക്സൈഡ് ഇല്ല എങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കാത്തത്. ഇൻ കേസ് ലൈറ്റ് ഇല്ല എങ്കിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് മാറുന്നത്. സോ എപ്പോഴും ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ ലോവസ്റ്റ് വാല്യൂവിനനുസരിച്ചിരിക്കും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ, C4 plants are more productive than C3 plants. Reason? C4 plants lack photorespiration. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്താണ്, കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, C4 plants are more productive. കാരണം അവർക്ക് എന്തുണ്ട്? ഈ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഭയങ്കര എഫക്റ്റീവ് അല്ലെങ്കിൽ മോർ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബോത്ത് A and R are true and R is the reason എന്ന് പറഞ്ഞത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അസേർഷൻ. ഓക്കെ, സോ ഇത് അഗൈൻ ഡയറക്റ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, the correct sequence of cell organelles involved in photorespiration. So photorespiration നടക്കുന്നത് ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്ത് മാത്രമല്ല, 3 സെൽ ഓർഗനൽസ് അടുപ്പിച്ച് വെച്ചിട്ട് അതിനകത്തൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അത് എന്ത് സീക്വൻസിലാണെന്നാണ് ചോദിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺഡ്രിയ പെരോക്സോം, ക്ലോറോപ്ലാസ്റ്റ് പെരോക്സോം മൈറ്റോകോൺഡ്രിയ, പെരോക്സോം ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺഡ്രിയ, മൈറ്റോകോൺഡ്രിയ പെരോക്സോം ക്ലോറോപ്ലാസ്റ്റ്. സോ ഇതിൽ എന്താണ്? ഒറ്റ ആൻസറേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പെരോക്സോമിൽ പോകുന്നു, മൈറ്റോകോൺഡ്രിയയിൽ വരുന്നു, പിന്നെ തിരിച്ചിതെല്ലാം ഇതേ വഴി തന്നെ തിരിച്ചു വന്നിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി. ദ ടോട്ടൽ നമ്പർ ഓഫ് ATP റിക്വയർഡ് ടു സിന്തസൈസ് 1 ഗ്ലൂക്കോസ്. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിനകത്തുള്ള ക്യാച്ച് എന്താണെന്നറിയോ? നമ്മൾ ഉടനെ ചാടിക്കയറി എന്ത് ചെയ്യും? 18ലേക്ക് കൊടുക്കും ആൻസർ. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണം. ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? C4 പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി C3 സൈക്കിളിൽ നടക്കുന്ന 18 മോളിക്യൂൾസ് വേണം. പക്ഷെ അഡീഷണൽ ആയിട്ട് ഒരു 6 കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? C4 സൈക്കിളിലൂടെ പോകുന്നുണ്ടല്ലോ. അപ്പൊ 6 കാർബൺ ഡയോക്സൈഡ് വേണം. ഓക്കെ, മിനിമം. ഈ ഓരോ കാർബൺ ഡയോക്സൈഡിനെയും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ATP അഡീഷണൽ വേണം. ഏതില്? C4 സൈക്കിളിന് മാത്രം. ഓക്കെ, അപ്പം 6 കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു കാർബൺ ഡയോക്സൈഡിന് 2 ATP വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം. ഇത് 6 അല്ല, ഇത് ഒരു കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി 2 ATP വേണം. അപ്പൊ 6 കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എത്ര വേണം? 12 ATP വേണം. C4ൽ മാത്രം. ഇത് C3യിലും വേണം. അപ്പോൾ എന്താണ് ടോട്ടൽ? 30 ATP മോളിക്യൂൾസ്. ആൻസർ ഇസ് ബി. അപ്പൊ നമ്മൾ ആദ്യത്തെ ഹിസ്റ്ററി ഓഫ് എക്സ്പെരിമെന്റ്സ് തൊട്ട് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞു, ബയോസിന്തറ്റിക് പാത്വേ കഴിഞ്ഞു, അതിനകത്തുള്ള വേരിയസ് സൈക്കിൾസ്, അത് നമ്മൾ C3 സൈക്കിൾ കഴിഞ്ഞു, ഫോട്ടോ റെസ്പിറേഷൻ പഠിച്ചു, C4 സൈക്കിൾ കഴിഞ്ഞു, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. സോ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് സെക്ഷനിൽ ഇടുക. ഒന്ന് റിവൈസ് ചെയ്യുക ചാപ്റ്റർ മുഴുവൻ. അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് പ്ലാന്റ് ഫിസിയോളജി. എപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള, ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും. ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ കമന്റ് ഇടാൻ നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.